പി ആർ സുനിൽ സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ആരെയും ആകർഷിക്കുന്ന ലളിതമായ ജീവിതം കൊണ്ടുമുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായിട്ടുണ്ട്. ദുർബലനായ പ്രധാനമന്ത്രി, ഒരു മൗനമുള്ള ബാബ, ഒരു മൗനി ബാബ എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് എഴുതിയത് അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന സഞ്ജയ് ബാരു തന്നെയാണ്. പക്ഷേ അദ്ദേഹം പിൽക്കാലത്ത് ഓർമ്മിച്ചെടുക്കുന്നുണ്ട് ആണവ കരാറിലടക്കം അദ്ദേഹം എടുത്ത നിലപാടുകൾ. നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട നയവ്യത്യാസം കൊണ്ടുവരുന്നതിന് അദ്ദേഹം എടുത്ത ശ്രദ്ധേയപൂർവമായിട്ടുള്ള കാൽപ്പാടുകൾ, രാഷ്ട്രം മുഴുവൻ അന്താരാഷ്ട്രീയ സാമ്പത്തിക മാന്ദ്യമുണ്ടാവുമ്പോഴും രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പിടിച്ചുകിട്ടിയ നേതാവ്, ആ രീതിയിലൊക്കെ കരുത്തുറ്റൊരു നേതാവിനെ കൂടിയല്ലേ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സൗമ്യമായ ജീവിതം കൊണ്ടും കരുത്തുറ്റ ബോധ്യം കൊണ്ടും ധിഷണാ വൈഭവം കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് വിട പറഞ്ഞു പോകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ പി ആർ സുനിൽ? അരുൺ, തീർച്ചയായും സാമ്പത്തിക രംഗത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ തീരാ നഷ്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സൗമ്യതയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ കാർക്കശ്യം, സൗമ്യനാണ്, ഒപ്പം അതേസമയം രാഷ്ട്രീയ കാർക്കശ്യക്കാരനുമല്ല. മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു. അരുൺ, ഇപ്പോൾ ഈ ഇൻട്രോ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, അദ്ദേഹം ഈ ധനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു വസ്ത്രം മാത്രം ധരിച്ച് സ്ഥിരമായി പാർലമെൻറ്റിൽ വരുന്നതൊക്കെ അന്ന് ചർച്ചയായിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ ധരിച്ച് രാഷ്ട്രീയക്കാർ വരുമ്പോൾ ആ ഒരു ഭാഗത്തേ അല്ലായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് അക്കാര്യത്തിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തനായിരുന്നു. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലാകട്ടെ, വിദേശ നയത്തിൻ്റെ കാര്യത്തിലാകട്ടെ, അദ്ദേഹത്തിൻ്റെതായ നയപരമായ വളരെ വ്യത്യസ്തമായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യ അമേരിക്ക ആണവ കരാർ വിഷയത്തിൽ അന്ന് ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണ പിൻവലിക്കും എന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ഉലയാതെ നിന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്ന് കോൺഗ്രസിലടക്കം മൻമോഹൻ സിംഗിന് വലിയ എതിർപ്പുകളാണ് നേരിടേണ്ടി വന്നത്. സർക്കാർ താഴെ പോകാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചാൽ സർക്കാർ താഴെ പോകും. അപ്പോൾ സർക്കാരിൻ്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുന്ന, സർക്കാരിൻ്റെ ഭാവി തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു തീരുമാനവുമായി ഡോക്ടർ മൻമോഹൻ സിംഗ് നിൽക്കുന്നു. അന്ന് മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു നിലപാടിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം പോലും മുട്ടുമടക്കി എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അന്ന് അങ്ങനെ മൻമോഹൻ സിംഗ് മുന്നോട്ട് പോയി അന്ന് അവിശ്വാസത്തെയൊക്കെ അതിജീവിച്ച് 2009 അധികാര തുടർച്ച നേടിയ ധീരനായ ഒരു രാഷ്ട്രീയ നേതാവും ഒക്കെയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ ശൈലി സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയല്ല. നെഹ്റു മുതൽ അങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാരെ എടുത്താൽ എല്ലാവരും രാഷ്ട്രീയത്തിലൂടെ കയറി വന്ന പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്ന ആളുകളായിരുന്നുവെങ്കിൽ മൻമോഹൻ സിംഗ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു അക്കാഡമിഷ്യനായിരുന്നു, വളരെ വ്യത്യസ്തനായിരുന്നു. മൻമോഹൻ സിംഗിനെ പോലെ ഒരു പ്രധാനമന്ത്രി അതിനു മുൻപും അതിന് ശേഷവും ഇന്ത്യ കണ്ടിട്ടില്ല. പക്ഷേ ആ മൻമോഹൻ സിംഗ് എടുത്ത തീരുമാനങ്ങൾ, മൻമോഹൻ സിംഗ് മുന്നോട്ട് വെച്ച നിലപാടുകൾ തന്നെയാണ് ഇന്ത്യയുടെ കരുത്തായി ഇപ്പോഴും തുടരുന്നത്, നിലനിൽക്കുന്നത്. വിദേശ നയത്തിൻ്റെ ആയാലും മൻമോഹൻ സിംഗിൻ്റെ തീരുമാനങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. നെഹ്റുവിൻ്റെ നിലപാടുകളായിരുന്നില്ല മൻമോഹൻ സിംഗിൻ്റെ നിലപാടുകൾ. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അമേരിക്കയുമായി കൂടുതൽ അടുക്കാനും യൂറോപ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാനും ഒക്കെ തന്നെ മൻമോഹൻ സിംഗ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഇന്ന് ഇന്ത്യക്ക് വളരെ ഒരു സൗഹൃദാന്തരീക്ഷം ലോകത്ത് സൃഷ്ടിച്ചെടുത്തു എന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഞാൻ നേരത്തെ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 2008 മുംബൈ ഭീകരാക്രമണ സമയത്ത് അന്ന് പാകിസ്ഥാൻ ഒരു ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് ആഗോളതലത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാനുള്ള നയതന്ത്ര നീക്കമാണ് മൻമോഹൻ സിംഗ് നടത്തിയത്. ഒരുപക്ഷേ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് എടുക്കുന്ന നിലപാടുകളല്ല മൻമോഹൻ സിംഗ് സ്വീകരിച്ചത്. അപ്പോഴും അതിന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ വലിയ ഇന്ത്യയെ സംബന്ധിച്ച് മതിപ്പ് ഉയർത്തുന്ന ഒരു ഘടകമായി അത് ഉരുത്തിരിഞ്ഞ് വരികയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു രാജ്യത്തിൻ്റെ നായകൻ എന്ന നിലയിൽ, രാജ്യത്തെ നയിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തീർച്ചയായും മൻമോഹൻ സിംഗിൻ്റെ നിലപാടുകളൊക്കെ തന്നെ ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക ഗുരു എന്നാണ് മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ ആകെ സാമ്പത്തിക രംഗത്ത് നയിക്കുന്നതിൽ, ഉപദേശം നൽകുന്നതിലൊക്കെ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം തന്നെയാണ്. തീർച്ചയായും മൻമോഹൻ സിംഗിൻ്റെ വിടവ് എന്നത് വലിയ വിടവ് തന്നെയായിരിക്കും ഇന്ത്യൻ സാമൂഹ്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ഒക്കെ. ഇതിൽ ഒരു കാര്യം പി ആർ സുനിലുള്ളത്, പിൽക്കാലത്ത് താങ്കൾ ഡ്രസ്സിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ്. ഒരുപക്ഷേ ഒരൊറ്റ വസ്ത്രമിട്ട് പാർലമെൻറ്റിൽ വരികയും അത് വലിയ രീതിയിൽ പി ആർ വർക്കാക്കി മാറ്റാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ എവിടെ എടുത്തു നോക്കിയാലും മൻമോഹൻ സിംഗിൻ്റെ പേരിൽ ഏതെങ്കിലും വലിയ പദ്ധതികൾ നമ്മൾ കാണില്ല.
എല്ലാം രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രി എന്ന പദത്തിൻ്റെയും പേരിൽ മാത്രം മതി എന്ന് നിഷ്കർഷിച്ചു. പലപ്പോഴും രാജ്യത്തിൻ്റെ പേരിൽ തന്നെ മതി എന്നാണ് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നതും. ഏതെങ്കിലും തരത്തിൽ സ്വയം പ്രൊമോട്ട് ചെയ്യാതിരുന്നൊരു വ്യക്തി കൂടിയാണ് മൻമോഹൻ സിംഗ് എന്നുകൂടി ഒരു പ്രത്യേകതയില്ലേ? പലപ്പോഴും ഈ PR-ിലൂടെ മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഈ നാട്ടിൽ ആ രീതിയിലും വ്യത്യസ്തനായിരുന്നില്ലേ ഡോക്ടർ മൻമോഹൻ സിംഗ്, PR സുനിൽ? തീർച്ചയായും TK നായരുടെ വരികൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാം ഒരു രാജ്യത്തിന് വേണ്ടി എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും വന്നത്. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയോ വ്യക്തിപരമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ ഒന്നും മൻമോഹൻ സിംഗ് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, നിലപാടുകൾ എടുത്തിട്ടില്ല. അത് മൻമോഹൻ സിംഗിന് ഒപ്പമുള്ള എല്ലാവരും വളരെ കൃത്യമായി ഇപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അക്കാര്യത്തിലൊക്കെ തന്നെ മൻമോഹൻ സിംഗ് വളരെ വ്യത്യസ്തനായിരുന്നു. വളരെ ഒരു സാധാരണ നിലയിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി. സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തി. ആദ്യം വാണിജ്യ മന്ത്രാലയത്തിൽ ഒരു ഉപദേഷ്ടാവായി വരുന്നു. അതിനുശേഷം ഓരോ സർക്കാരുകളെടുത്താലും എല്ലാ സർക്കാരുകളും, അതിൽ കോൺഗ്രസ് മാത്രമല്ല അതല്ലാത്ത സർക്കാരുകളുടെ കാലത്ത് പോലും സാമ്പത്തിക രംഗത്ത് ഉപദേശകനായി നിന്ന് ഇന്ത്യയെ നയിക്കാൻ കരുത്തുള്ള ഒരു സാമ്പത്തിക ശൃംഖല കെട്ടിപ്പടുക്കാനായി വലിയ സംഭാവനകൾ നൽകിയൊരു വ്യക്തി. പിന്നീട് അത് രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വരുന്നു. സോണിയാഗാന്ധി പോലും മറിച്ച് ഒരു ആലോചന ഇല്ലാതെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേര് പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു. അത് മൻമോഹൻ സിംഗിൻ്റെ ഒരു കഴിവ് മുന്നിൽ കണ്ട് തന്നെയായിരുന്നു. അപ്പോഴും ഒരു സാധാരണത്വം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹം പിന്തുടർന്നിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറിയ ശേഷം, പ്രധാനമന്ത്രി അല്ലാതിരുന്ന കാലത്ത് പോലും ഈ രാജ്യസഭാ അംഗമായിരിക്കെ കൃത്യമായി അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയം വരെ കൃത്യമായി അദ്ദേഹം രാജ്യസഭയിൽ എത്തുമായിരുന്നു. ഏറ്റവും ഒടുവിൽ വീൽ ചെയറിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ എത്തിയതൊക്കെ തന്നെ ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. ഇപ്പോൾ നോട്ട് നിരോധന സമയത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. നിയമവിധേയമായ കൊള്ള എന്നാണ് നോട്ട് നിരോധനത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് വിശേഷിപ്പിച്ചത്. അന്ന് മൻമോഹൻ സിംഗിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞത് കുളിമുറിയിലിരുന്ന് മൻമോഹൻ സിംഗ് കുട പിടിക്കുന്നു എന്നാണ്. അങ്ങനെ മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു അസസ്മെൻറ്റ്, ആ ഒരു വിമർശനം പിൽക്കാലത്ത് ശരിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടി. PR സുനിൽ, എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര പ്രേക്ഷകരെ കാണിക്കേണ്ടതുണ്ട്. നാളെ വലിയ വിലാപയാത്രയുണ്ടാവും. കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും.